ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. ആരും ഇല്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. 1. നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. 2. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ചതാകുന്നത് കാത്തിരിക്കുക. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. തോന്നുമ്പോൾ മിണ്ടുകയും തോന്നുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അവരുടെ മൂഡിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാൾ നല്ലത് അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ്. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ സ്വയം മാറുന്നതാണ് നല്ലത്. കാരണം ലോകമെമ്പാടും പരവതാനി വിരിക്കുന്നത് എളുപ്പമാണ്, സ്വന്തം കാലിൽ ചെരുപ്പ് ധരിക്കുന്നത് എളുപ്പമല്ല. എന്നാലും വേദനിപ്പിച്ചവരെ വിട്ടുകളയുക. മറക്കാനും പൊറുക്കാനും ഒന്നും നിൽക്കേണ്ട. ചുറ്റും നോക്കി ഇരുന്നാൽ ഓർമ്മകൾ വന്ന് മുറിയിൽ തൊടും. മുന്നിലേക്ക് മാത്രം നോക്കൂ. സ്വന്തം ജീവിതത്തെ കെട്ടിപ്പിടിച്ച് യാത്ര തുടരുന്നു. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ഒഴിവുകഴിവുകളില്ലാത്ത സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്നാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്ത് അറിയിക്കാനും. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യവുമാണ്. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞുകയറി ചെല്ലരുത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകളുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. അതുപോലെ പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ കാണില്ല.
പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. മനുഷ്യർ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അത് ഒരുപക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഹൃദയത്തിലെ യഥാർത്ഥ മനുഷ്യത്വമുള്ള മനുഷ്യൻ അവൻ്റെ ചിന്തയെപ്പോലും ഇങ്ങനെ ആയിരിക്കും. എനിക്ക് ലഭിച്ച ദുഃഖം ആർക്കും ലഭിക്കരുത് എന്നും എനിക്ക് ലഭിച്ച സന്തോഷം എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളത്. ഓരോ സ്ത്രീകൾക്കും 2 പുരുഷന്മാരെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. ആത്മാർത്ഥമായി കുട്ടികളെപ്പോലെ ചിരിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ. സന്തോഷം നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പരിധികളുണ്ട്. ചിലർ പുറംചട്ട നോക്കി വിലയിരുത്തും. മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും. എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മളെന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കും. അവർ എന്നും കൂടെയുണ്ടാകും. ചില ദുഃഖങ്ങൾ നാം സ്വയം ഏറ്റുവാങ്ങുന്നതാണ്. ദുഃഖം അനുഭവിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ സന്തോഷങ്ങൾക്ക് പിന്നിലും ധാരാളം കാരണങ്ങളുണ്ടാകും. അവ കണ്ടെത്തി ജീവിതത്തെ മനോഹരമാക്കുക. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ഒന്നാമത്തെ തെറ്റ്. സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ടും സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നത് മൂന്നാമത്തെ തെറ്റ്. നമ്മൾ ആരാണെന്ന് അറിയാത്ത, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ 1% പോലും അറിയാത്ത ആൾക്കാർ നമ്മളെപ്പറ്റി പുറത്ത് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. പിന്നെ വിവരമില്ലാത്തവർ അല്ലേ പോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.